ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് അതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പുതിയ നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ചിട്ട് പോസ്റ്റ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അങ്ങനെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ്? കമ്മ്യൂണിറ്റി ടാബ് ബേസിക്കലി വ്യൂവേഴ്സുമായി ബന്ധപ്പെടാനുള്ള യൂട്യൂബിൻ്റെ ഒരു സോഷ്യൽ മീഡിയ സെക്ഷനാണ്. ഇവിടെ നമുക്ക് വീഡിയോസ് ഇല്ലാതെ എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ നമുക്ക് എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ടെക്സ്റ്റ് പോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കും, പിന്നെ നമുക്ക് കമന്റ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ലൈക്ക് ആദ്യമേ ചെയ്തേക്കാം, കാരണം വീഡിയോ കണ്ട് ചിലപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയേക്കാം. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഇപ്പോൾ ലൈക്ക് കൂടി ചെയ്യുക. പിന്നെ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ കാണുക. കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ 1 വീക്കിൽ നമ്മൾ 3 പോസ്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതും മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ശരിയായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി തൊട്ടിട്ട് 10 മണി വരെയുള്ള ആ സമയത്താണ് നമ്മൾ, എന്ന് വെച്ചാൽ വ്യൂവേഴ്സ് ഏത് സമയത്താണോ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ദിവസം നേരത്തെ നമ്മളിത് പോസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യാം. കൂടാതെ നമ്മുടെ സ്റ്റക്കായിട്ടുള്ള വീഡിയോകൾ ഉണ്ടല്ലോ, നമ്മളുടെ സ്റ്റക്കായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും അത് റണ്ണിങ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതെല്ലാം ഞാനൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ടാബ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് കാണിക്കാം. നേരെ താഴെ നമ്മുടെ സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന അതിനകത്ത് തന്നെ താഴെ കാണുന്നുണ്ടല്ലോ ഹോം, ഷോർട്സ്. അതേപോലെ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ കമ്മ്യൂണിറ്റി ടാബിൻ്റെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അപ്പോൾ അതിനകത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തതിന് ശേഷം ഏതാണോ നമ്മുടെ വീഡിയോ നിന്ന് പോയിട്ടുള്ളത്, ആ വീഡിയോ നിന്ന് പോയത്, ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളത് മാറി പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ് പോസ്റ്റ് എന്നുള്ളത് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ലൈവ് കിട്ടും, പിന്നെ പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിലുള്ള ഇതിനകത്താണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ എന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു ടെക്സ്റ്റ് പോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് പോസ്റ്റ് കൊടുക്കണം കേട്ടോ. ഇതിൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ടെക്സ്റ്റ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിങ്ങനെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ ഇതിൻ്റെ താഴെ നമ്മുടെ വീഡിയോ പോസ്റ്റ് ടൈം 7:30 എന്ന ടൈമിന് ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ഏതെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, നേരെ നമ്മുടെ ആ വീഡിയോ ഏതാണോ ആ വീഡിയോയിൽ നമുക്ക് വെച്ചിട്ട് ഈ വീഡിയോയ്ക്ക് നേരെ തന്നെ കാണാൻ പറ്റുന്ന 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഷെയർ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് കാണാം. ആ ക്രിയേറ്റ് പോസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ ഇത് നമുക്കിവിടെ ഫിക്സായി. ഓക്കെ, അതിന് മുന്നേ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ നമ്മൾ എന്താണോ നമ്മുടെ ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്തത്, ആ ടൈറ്റിൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് കോപ്പി ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് ബാക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ടൈറ്റിൽ. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നേരെ ഇവിടെ മോർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ആ കോപ്പി ചെയ്ത് അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് ഇത് നേരെ ഇങ്ങനെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കോപ്പി എന്ന് കാണാം. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് നമ്മൾ ഈ ഷെയർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പോസ്റ്റ് കൊടുക്കുക.
ആ പോസ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്താ പറയുക, നമ്മുടെ ആ കോപ്പി ചെയ്തിട്ടുള്ളത് നേരെ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വീഡിയോ, ഈ സ്റ്റക്കായ വീഡിയോ വീണ്ടും നമുക്കൊന്ന് റണ്ണിങ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നതിന് ശേഷം ഇവിടെ പോസ്റ്റ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ആ വീഡിയോ നേരെ നമ്മുടെ ഹോമിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ പോയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആ ഒരു ടൈറ്റിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ ആ ടൈറ്റിൽ, ഒന്നെങ്കിൽ ടൈറ്റിൽ നമുക്ക് കോപ്പി ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതേപോലെ തന്നെയാണല്ലോ പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലുള്ള നേരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ആ വീഡിയോൻ്റെ നേരെ തന്നെ ഷെയർ എന്നുള്ള ബട്ടൺ ഉണ്ട്, ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് പോസ്റ്റ് കണ്ടിട്ട്. ആ ക്രിയേറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ആ ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യുക, നേരെ പോസ്റ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തുള്ള കാര്യം എന്ന് പറയാന്നുള്ളത്, നമുക്ക് മാക്സിമം 5 ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതിൽ എന്താ പറയുക, നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എന്താ പറയുക, നമ്മളൊരു വീഡിയോ അല്ലെ പുതിയ വീഡിയോ ഏതെങ്കിലും ഒരു നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു തമ്പനയിൽ വേറെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് 5 എണ്ണം നമുക്കിങ്ങനെ ഇതേപോലെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എന്താ പറയുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് റൈറ്റ് മെസ്സേജ് എന്നുണ്ടാവും. ആ റൈറ്റ് അതിനകത്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എന്താണോ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഏതാണോ വീഡിയോ നിങ്ങൾ ചെയ്തത് അതിനനുസരിച്ചുള്ള കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ടാബ് എന്ന് വെച്ചാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് പോസ്റ്റ് ഓക്കെ അറിയാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെയുള്ള അഭിപ്രായങ്ങളും, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇതേപോലെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായിട്ട് വീണ്ടും കാത്തിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും സൈനിങ് ഓഫ് ജ്യോതിഷ്.